ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം ടെസ്റ്റ് രണ്ടാം ദിനത്തിലേക്ക് ഇന്ന് കടക്കുമ്പോൾ ടീം ഇന്ത്യയിൽ നിന്നും അത്ര ശുഭകരമായിട്ടുള്ള വാർത്തകളല്ല പുറത്തുവരുന്നത്. ആദ്യ ദിനം കളി അവസാനിച്ചപ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 264 എന്ന മികച്ച സ്കോറിലാണ് ടീം ഇന്ത്യ. എന്നാൽ ഋഷഭ് പന്തിന്റെ ഇഞ്ചുറി അപ്ഡേറ്റ് തീർച്ചയായിട്ടും ഇന്ത്യൻ ആരാധകർക്ക് തീർത്തും നിരാശ സമ്മാനിക്കുന്ന ഒരു വാർത്തയായി ഇന്നലെ മാറിയിരുന്നു. അദ്ദേഹത്തിന്റെ ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഉൾപ്പെടെയാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ആദ്യം ബാറ്റിംഗിനായി എത്തിയ ടീം ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും മികച്ച തുടക്കമാണ് KL രാഹുലും ജയ്സ്വാളും ചേർന്ന് ഒരിക്കൽ കൂടി സമ്മാനിച്ചത്. ഇരുവരും ചേർന്ന് 94 റൺസിന്റെ പാർട്ണർഷിപ്പ് കൂട്ടിച്ചേർക്കവേ 46 റൺസ് എടുത്ത KL രാഹുലിന്റെ വിക്കറ്റാണ് ടീം ഇന്ത്യക്ക് ഇന്നലെ ആദ്യം നഷ്ടമായത്. പിന്നാലെ ഹാഫ് സെഞ്ചുറി പൂർത്തിയാക്കിയ ജയ്സ്വാളിന്റെ വിക്കറ്റ് 120 നിൽക്കെ നഷ്ടമായപ്പോൾ 58 റൺസായിരുന്നു അദ്ദേഹത്തിന്റെ സമ്പാദ്യം. 12 റൺസ് മാത്രം നേടിയ ഗില്ലിന്റെ വിക്കറ്റ് ബെൻ സ്റ്റോക്സ് നേടിയതോടുകൂടി ടീം ഇന്ത്യ തീർച്ചയായിട്ടും ഒരു പ്രതിരോധത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. ശേഷമെത്തിയ ഋഷഭ് പന്തും സായ് സുദർശനും ചേർന്ന് ടീം ഇന്ത്യക്ക് മികച്ച പാർട്ണർഷിപ്പ് തന്നെയാണ് നേടിക്കൊടുത്തത്. എന്നാൽ സ്കോർ 37 എത്തി നിൽക്കുകയായിരുന്നു അപ്രതീക്ഷിതമായി പന്ത് ഒരു ഇഞ്ചുറിയെ നേരിട്ടത്. ഇംഗ്ലീഷ് പേസർ ക്രിസ് വോക്സിനെതിരെ റിവേഴ്സ് സ്വീപ്പ് കളിക്കാനുള്ള ശ്രമത്തിനിടെ പന്ത് ഋഷഭ് പന്തിന്റെ കാൽപാദത്തിൽ കൊള്ളുകയായിരുന്നു. ബോൾ കൊണ്ട ഭാഗത്ത് ഒരു സ്വെല്ലിംഗ് കാണുകയും അതിനടുത്ത് തന്നെ ചെറിയൊരു മുറിവും ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് താരം റിട്ടയർഡ് ഹട്ടായി പോവുകയും പകരം ജഡേജ കളത്തിലെത്തുകയും ചെയ്തിരുന്നു. 61 റൺസുമായി മികച്ച പ്രകടനം കാഴ്ചവെച്ച സായ് സുദർശൻ പുറത്തായതിനു ശേഷം ഷാർദുൽ ഠാക്കൂറാണ് അവസാനം ക്രീസിലെത്തിയത്. ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ജഡേജയും ഷാർദുൽ ഠാക്കൂറും 19 റൺസ് വീതം നേടി ക്രീസിലുണ്ട്. എന്നാൽ പരിക്കേറ്റ ഋഷഭ് പന്തിന്റെ കാര്യത്തിൽ തന്നെയാണ് ആശങ്കകൾ നിലനിൽക്കുന്നത്. അദ്ദേഹം ബാക്കിയുള്ള മത്സരത്തിനായി അവൈലബിൾ ആയിരിക്കില്ല എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് ഇന്ന് രാവിലെ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കൺഫർമേഷൻ ഇന്ത്യൻ താരം കൂടിയായ സായ് സുദർശനാണ് പങ്കുവച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് സ്കാനിങ്ങിന് വിധേയനാക്കിയിട്ടുണ്ട് എന്നും ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന്റെ അവൈലബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനായി സാധിക്കുകയുള്ളൂ എന്നുമാണ് സായ് സുദർശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്നാൽ രാവിലെ തന്നെ പന്തിന്റെ ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളാണ് പ്രമുഖ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇഞ്ചുറി നിസ്സാരമായിട്ടുള്ളതല്ല എന്നും പന്തിന് ബാക്കിയുള്ള മത്സരം നഷ്ടമായേക്കുമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ വിക്കറ്റ് കീപ്പറായി ധ്രുവ് ജുറലായിരിക്കും ടീം ഇന്ത്യക്ക് വേണ്ടി ഇറങ്ങുക എന്നും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യക്ക് വേണ്ടി മികച്ച രീതിയിൽ ബാറ്റ് വീശിയ ഋഷഭ് പന്തിന്റെ പരിക്ക് തീർച്ചയായിട്ടും ആരാധകർക്ക് നിരാശ സമ്മാനിക്കുന്ന ഒരു വാർത്തയായി മാറിയിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.